നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാണെന്ന് പോലെ പരിഭ്രമിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുക. നമ്മളത് കണ്ട് പരിഭ്രമിക്കേണ്ട. ഈശോയിൽ പൂർണ്ണമായി ആശ്രയിക്കുക. കർത്താവായ യേശുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ വീണ്ടും പറയുകയാണ്, നമ്മൾ യേശുവിൽ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാൻ മാർഗമുള്ളൂ. മറ്റൊരു വഴിയുമില്ല. ഏത് വഴി അന്വേഷിച്ചാലും അവിടെ എല്ലാം നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുകയില്ല. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, അത് ലോകം നൽകുന്നത് പോലെ അല്ല. ദൈവം തരുന്ന സമാധാനം പ്രിയമുള്ളവരെ ലോകം തരുന്നത് പോലെ അല്ല. നമ്മളുടെ സമാധാനം ആരും നമ്മൾ എടുത്തു കളയുകയില്ല. കർത്താവ് നമ്മളെ നിക്ഷേപിച്ച സമാധാനം ലോകത്തിൽ ആർക്കും എടുത്തു കളയുവാൻ പറ്റുകയില്ല. അവൻ നമ്മളെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മളെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിനാണ് പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനം വേണം, സന്തോഷം വേണം. നമ്മുടെ ജീവിതത്തില് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം യേശുനാഥൻ നമുക്ക് തരും. അതിനാണ് നമുക്ക് പൂർണ്ണമായും യേശുവിൽ ആശ്രയിക്കാം, കർത്താവിൽ ആശ്രയിക്കാൻ. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള ആ വലിയ സത്യം മനസ്സിലാക്കി യേശുവിന്റെ പിന്നാലെ വരിക. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കുവാൻ ദൈവമായ കർത്താവിന് സാധിക്കും. അതിനാണ് നമ്മളെ പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് പരിപാലിക്കട്ടെ. മറ്റൊന്നിന്റെയും പുറകെ ഇനി നമ്മൾ ഓടരുതേ പ്രിയപ്പെട്ടവരെ. യേശുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി യേശുവിന്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവ് ഈ ദേശത്തെയും ദേശവാസികളെയും എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവിന്റെ സ്വരം ശ്രമിച്ച നിങ്ങളിലേക്ക് അവിടുത്തെ ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ. ഇനി ഒരിക്കലെങ്കിലും യേശുവിന്റെ നമ്മൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന ഒരു വലിയ ബോധ്യത്തിൽ വന്നുകൊണ്ട് യേശുവിന് തന്നെ നമ്മൾ വിട്ടുകൊടുക്കാം. മറ്റൊന്നിനും പോയാൽ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. സത്യദൈവം ആരാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞത് പ്രിയ സഹോദരങ്ങളെ ഇതുപോലുള്ള പ്രഭാഷണങ്ങളിലൂടെയാണ്. സത്യമായ യേശു ക്രിസ്തു സത്യദൈവം, നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവം യേശു മാത്രമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ. ഈ ഒരു സത്യം മനസ്സിലാക്കിയപ്പോൾ ഇതിൽ ആശ്രയിച്ച് യേശുവിന്റെ പിന്നാലെ പോയാൽ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്, ഈശോ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കും. നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാം ഏറ്റെടുക്കുവാൻ സാധിക്കും. ഞങ്ങൾ ഈ സത്യം അറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പ്രിയ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ഞങ്ങൾ അനുഭവിച്ച ഈ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, വലിയ അനുഗ്രഹത്തിന്റെ ഈ വലിയ സദ്വാർത്ത ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിച്ച യേശുവിനെ നന്ദി പറയുകയാണ്. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും യേശുവിനോട് ജീവിക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസം ഒളിച്ചു വന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ശുശ്രൂഷ വീണ്ടും തുടരും. നിങ്ങൾ കേട്ട വചനങ്ങള് ഹൃദയത്തെ സംഗ്രഹിച്ച് കർത്താവ് ഇവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവിനോട് കൂടെ സ്ത്രീകളുടെ കനിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ.